ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകരെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങളിലായി ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവിനെക്കുറിച്ചുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ യേശു സ്നേഹിക്കുന്ന ലാസർ രോഗിയാണ് എന്ന വിവരം കർത്താവിനെ അറിയിക്കുന്നതും 8 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ ബഥാനിയായിലേക്ക് രോഗിയായ ലാസറിൻ്റെ അടുക്കിലേക്ക് പോകുന്ന കർത്താവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരുടെ പ്രതികരണവുമാണ് നമ്മൾ പഠന വിധേയമാക്കിയത്. അതിൻ്റെ 3-ാം ഭാഗമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ വചനം പഠിക്കുന്നതിന് മുൻപായി ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ ബൈബിൾ എടുക്കണം. പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വചനങ്ങൾ കൈകളിലെടുത്ത് എന്നോടൊപ്പം വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യേശു ഉദ്ധാനവും ജീവനും. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ അപ്പുറമായിരുന്നു. അനേകം യഹൂദന്മാർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു അവളോട് ചോദിച്ചു, നിൻ്റെ സഹോദരൻ ഉയിർത്തെഴുന്നേൽക്കും. മർത്ത അവനോട് പറഞ്ഞു, അന്തിമനാളിലെ ഉദ്ധാനത്തിൽ അവൻ ഉയിർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാകുന്നു ഉദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനഭാഗത്തിന് ഞാനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ടൈറ്റിലിനോട് ചേർന്ന് പോകുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈശോയും ലാസറിൻ്റെ കുടുംബവും എന്ന ഒരു ടൈറ്റിൽ കൊണ്ടാണ് ഈ ഭാഗത്തെ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു പുനരുദ്ധാനവും ജീവനുമാണ് എന്ന് 4-ാം സുവിശേഷകനായി യോഹന്നാൻ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ബൈബിളിൽ. എന്നാൽ അല്പം കൂടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാനും ആ വചനഭാഗത്തെ 3 ഇടങ്ങളിലായി തിരിച്ചുകൊണ്ട് 3-ാമത്തെ ഭാഗമായി നമ്മൾ കാണുന്നത് ഈശോയും ലാസറിൻ്റെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെയാണ്. ലാസർ സംസ്കരിക്കപ്പെട്ടതിൻ്റെ 4-ാം ദിവസമാണ് ഈശോയും ശിഷ്യന്മാരും അവൻ്റെ ഗ്രാമമായ ബഥാനിയായിലെത്തിയത് എന്ന് 17-ാമത്തെ വാക്യത്തിൽ തന്നെയും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മരിച്ച് 4-ാം ദിവസം. വിവരമറിഞ്ഞ് 2-ാം ദിവസമാണ് ഈശോ ശിഷ്യന്മാരോട് നമുക്ക് ബഥാനിയായിലേക്ക് പോകാം എന്ന് പറയുന്നത്.
അവിടുന്ന് കാൽനടയായി യേശുവും ശിഷ്യന്മാരും 2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് 4-ാം ദിവസമാണ് ലാസറിൻ്റെ ബഥാനിയ എന്നു പേരുള്ള ഗ്രാമത്തിൽ എത്തുന്നത്. ഒരാൾ മരിച്ചതിന് ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമേ ആത്മാവ് ശരീരത്തിൽ നിന്നും പൂർണ്ണമായി വേർപെട്ടു പോവുകയുള്ളൂ എന്ന ഒരു വിശ്വാസം യഹൂദരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഉടനെ വേർപെട്ട് പോകുകയില്ല. 3 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് പോകുന്നത് എന്നുള്ള ഒരു വീക്ഷണം, ഒരു വിശ്വാസം യഹൂദന്മാരുടെ ഇടയിൽ പരന്നിരുന്നു. അവരപ്രകാരം വിശ്വസിച്ചിരുന്നവരാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാരും ചരിത്ര വിശാരദന്മാരും വ്യക്തമാക്കുന്നുണ്ട്. അതായത് 3 ദിവസങ്ങൾക്കു ശേഷമാണ് ഒരാളുടെ മരണം ഉറപ്പിച്ചിരുന്നത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് കഴിയുമ്പോഴാണ് മരണം പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഒരു സംഭവത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. ഈശോയുടെ പീഡാനുഭവ പ്രവചനങ്ങളിലെല്ലാം 3-ാം ദിവസം ഉയിർക്കും എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടതിനു ശേഷം മരണം സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന കാരണത്താൽ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളിലൊക്കെയും ഈശോ 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ കാരണവും ഇതായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ഈശോയും മരണത്തിന് വിധേയനായി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈശോയും മരണത്തിന് വിധേയനായി എന്ന് പറയുമ്പോൾ മരണത്തിലൂടെ അവസാനിക്കുന്ന ഒന്നായിരുന്നില്ല ഈശോയുടേത്, മറിച്ച് ഉദ്ധാനത്തിലൂടെ ഇന്നും ജീവിക്കുന്നവനാകുന്ന ഈശോയാണ് ലാസറിൻ്റെ മരണത്തിന് 4 ദിവസങ്ങൾക്ക് ശേഷം കല്ലറയിങ്കൽ ചെന്ന് അവനെ ഉയിർപ്പിക്കുന്ന സംഭവത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ലാസറിൻ്റെ മരണം എല്ലാവർക്കും ഉറപ്പായി. കാരണം എന്താ? 3 ദിവസം കഴിഞ്ഞു, 4-ാം ദിവസമാണ് ഈശോ അവിടെ ചെന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞു. കല്ലറയുടെ കല്ലെടുത്ത് മാറ്റാൻ ഈശോ ആവശ്യപ്പെട്ടപ്പോൾ 39-ാമത്തെ വാക്യത്തിൽ വചനം വ്യക്തമായി ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, കാരണം ഇത് 4-ാം ദിവസമാണ്. ദിവസങ്ങളൊക്കെ കൃത്യമായി ക്രമപ്പെടുത്തിക്കൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇത് 4-ാം ദിവസമാണ്. ശരീരം അഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഗുഹയുടെ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ദുർഗന്ധമായിരിക്കും. മരിച്ച ശവം ഐസിൽ വെക്കാതെ, മോർച്ചറിയിൽ വെക്കാതെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കേടുകൂടാതെ ഇരിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിദേശത്ത് നിന്ന് ദൂരെ നിന്ന് വരാനുണ്ടെങ്കിൽ നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു, ഐസിൽ സൂക്ഷിക്കുകയാണ്, ശവശരീരം അഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി. എന്നാലും സാവധാനം ശരീരം ഡീകമ്പോസ് ആകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഐസിനകത്ത്, മോർച്ചറിക്കകത്ത് വെക്കാൻ പറ്റുന്നതിനും പരിമിതികൾ ധാരാളമുണ്ട്, നമുക്കറിയാം. എന്നാൽ ഇവിടെ പറയാണ്, ഇപ്രകാരമുള്ള യാതൊരു ചുറ്റുപാടിലുമല്ലാതെ മരിച്ചു കഴിഞ്ഞ് കല്ലറ എന്ന് പറയുന്ന അവർക്കൊരു ഗുഹ പോലെ ഒരു സ്ഥലമാണ്. ലാസറിനെ അടക്കിയിരുന്ന എന്ന് കരുതപ്പെടുന്ന ബഥാനിയായിലെ ആ ഗുഹയുടെ അടുക്കൽ പോകാനും അവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കാനും എനിക്ക് ദൈവകൃപയാൽ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള കല്ലറയുടെ സെറ്റപ്പൊന്നുമല്ല, മറിച്ച് ഒരു ഗുഹ പോലെയുള്ള ഒരു പൊത്തിനകത്തേക്ക് ശവശരീരങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു രീതിയാണ് അന്നത്തെ കാലത്ത് അവർ അവലംബിച്ചിരുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയും 4 ദിവസങ്ങളായി ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും എന്ന് സഹോദരിയായ മാർത്ത കർത്താവിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അവൾ പറയുന്ന കാര്യം എന്താ? അതുകൊണ്ട് ഈ ഗുഹയുടെ കല്ല് എടുത്തു മാറ്റണ്ട. മാനുഷികമായ ഒരു ചിന്തയിലൂടെയാണ് മാർത്ത ഇപ്രകാരം ഈശോയോട് പറയുന്നത്: ദുർഗന്ധമുണ്ടായിരിക്കും, അതുകൊണ്ട് കല്ലെടുത്ത് മാറ്റണ്ട. ഈശോയും ശിഷ്യന്മാരും ബഥാനിയായിൽ എത്തിയപ്പോൾ മർത്ത ചെന്ന് അവരെ സ്വീകരിച്ചു എന്നാണ്
17 മുതൽ 27 വരെയുള്ള വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയെ കണ്ടപ്പോൾ മർത്തായും മറിയവും ഒരേ ഒരു കാര്യം മാത്രമാണ് ഈശോയോട് പറഞ്ഞത്. എന്താ ആ കാര്യം? 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലും 32-ാമത്തെ വാക്യത്തിലും ആ കാര്യം എഴുതി വച്ചിട്ടുണ്ട്. ആ വചനം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നോക്കിക്കേ, ഇതൊരു ഉറപ്പായത്, ഇതൊരു ബോധ്യമാണ്, ഇതൊരു വിശ്വാസമാണ്. ഈശോയോട് മർത്തായും മറിയവും സഹോദരിമാര് ആവർത്തിച്ച് പറയാ 2 തവണ. 21-ാമത്തെ വാക്യത്തിലും 32-ാമത്തെ വാക്യത്തിലും പറയാ, കർത്താവേ, നീ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ദൃഢമായ വിശ്വാസം കർത്താവിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ തക്ക വിധം ദൈവം നമ്മളെ ഉയർത്തുമെന്ന് തിരിച്ചറിയുക. ഈശോ 2 പേരെയും ഒരു സ്നേഹിതനെ പോലെ ആശ്വസിപ്പിക്കുകയാണ്. സഹോദരൻ്റെ ദുഃഖത്തിൽ വ്യസനിച്ചു കഴിയുന്ന മർത്തായെയും മറിയത്തെയും ഒരു സ്നേഹിതനെ പോലെ കർത്താവ് ആശ്വസിപ്പിക്കുകയാണ്. ഹൃദയം തുറന്ന് തങ്ങളുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ ഈശോ അവരെ അനുവദിക്കുകയാണ്. അവരെ ആശ്വസിപ്പിക്കാൻ ഉതകുന്ന സാന്ത്വന വാക്കുകൾ ഈശോ പറയുന്നതായും നമുക്ക് വചനത്തിൽ കാണാനായി സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വചനങ്ങളിലും 33-ഉം 34-ഉം വചനങ്ങളിലും കർത്താവ് ആശ്വാസവാക്കുകളിലൂടെ മർത്തായെയും മറിയത്തെയും സാന്ത്വനപ്പെടുത്തുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ വേദനയിൽ, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്ന കർത്താവ് കരഞ്ഞു എന്നാണ് 35-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്. യേശു കരഞ്ഞു. ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജീവിതകഥ വിവരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് കരയുന്നതായി അധികം നമ്മൾ കാണുന്നില്ല. ഗത്സമേൻ തോട്ടത്തിൽ രക്തം വിയർക്കുന്നുണ്ട്, പക്ഷെ അവൻ കരഞ്ഞില്ല. ലാസറിൻ്റെ കല്ലറയിങ്കൽ സ്നേഹിതൻ മരിച്ച് അടക്കപ്പെട്ട് 4-ാം ദിവസം അവൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും കണ്ണീർ വാർത്ത് സഹോദരനെക്കുറിച്ചോർത്ത് വിലപിക്കുമ്പോൾ ഈശോയും മാനുഷിക വികാരങ്ങളുള്ള ഒരു വ്യക്തിയെപ്പോലെ തന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു, അവൻ കരഞ്ഞു എന്നാ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നേ. ചില ഇടങ്ങളിലൊക്കെ മരിച്ച് അടക്കിനു വേണ്ടി പോകുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ സുഹൃത്തുക്കളുടെയോ അയൽപക്കക്കാരെയോ ബന്ധുമിത്രാദികളുടെയോ അടുത്ത കുടുംബക്കാരുടെയൊക്കെ മരിച്ച് അടക്കിനു വേണ്ടി ചെന്ന് ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുമ്പോൾ മരിച്ചു കിടക്കുന്ന ആളുടെ പ്രിയപ്പെട്ടവർ അടുക്കലിടുന്ന് ഏങ്ങലടിച്ച് വിങ്ങിപ്പൊട്ടി അലമുറയിട്ട് കരയുന്നത് കാണുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, മരിച്ച വ്യക്തിയെക്കുറിച്ചുള്ള ചരമപ്രസംഗം നടത്തുമ്പോൾ എൻ്റെ കണ്ഠമിടറിയിട്ടുണ്ട്. അതെനിക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള വ്യക്തികളിരുന്ന് കരയുന്നത് കാണുമ്പോൾ മനസ്സ് തരളിതമാകും. ചിലപ്പോൾ വാക്കുകൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കൃത്യമായി പറയാൻ. നമ്മളെല്ലാവരും മാനുഷികമായ വികാരങ്ങളുള്ളവരാ. അതുകൊണ്ട് തന്നെയും ദൈവപുത്രനാണെങ്കിലും മനുഷ്യപുത്രനുമായിരുന്ന യേശു കർത്താവ് തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു കഴിഞ്ഞ് 4-ാം ദിവസം കല്ലറയിങ്കൽ ചെന്നിരുന്ന് സഹോദരിമാരായ മർത്തായും മറിയവും കരഞ്ഞു വിലപിക്കുമ്പോൾ അവരോടൊപ്പം യേശുവും കരഞ്ഞു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കരഞ്ഞ് സഹോദരനെക്കുറിച്ചോർത്ത് വിലപിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതിനുശേഷം കർത്താവ് 23-ാമത്തെ വാക്യത്തിലും 25-ഉം 26-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ അങ്ങനെയാണ്. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്.
അവരോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് വെളിപ്പെടാനുള്ള അവസരമാണ് ഈ മരണം. ഇത് മരണത്തിൽ തീരുന്ന ഒന്നല്ല, മറിച്ച് ഉത്ഥാനത്തിലേക്ക്, ഉയിർപ്പിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ളതാണ് എന്ന് യേശു കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് 40-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നത്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന കർത്താവ്. നിനക്ക് വിശ്വാസമുണ്ടോ? നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നീ ഓർത്തിരിക്കുക, ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നീ കരുതുന്ന പല കാര്യങ്ങളും ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നടക്കും. കാരണം മരിച്ചവനെ ഉയർപ്പിക്കാൻ തക്ക ശക്തിയുള്ളവനായ കർത്താവിനോടൊപ്പമാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അവസാനമായി ലാസറിനെ ഉയർപ്പിച്ച് അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നവനാണ് കർത്താവ്. ഇതാണ് ആശ്വാസത്തിലൂടെ കർത്താവ് നൽകുന്ന പ്രത്യാശ എന്ന് പറയുക. ഇത് കേവലം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഉയിർപ്പിലേക്ക് ആനയിക്കപ്പെടാനുള്ളതാണ്. എല്ലാറ്റിനും ഉപരി താൻ സ്നേഹിക്കുന്ന ജീവദായകനാണെന്ന സത്യം അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. സ്നേഹത്തോടൊപ്പം തന്നെ ജീവൻ നൽകുന്നവനുമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. മർത്തായുമായുള്ള സംഭാഷണത്തിലാണ് ഈ അത്ഭുതത്തിൻ്റെ അർത്ഥം ഈശോ വിവരിക്കുന്നത്. അത് മനോഹരമായി നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഈശോ അവതരിപ്പിക്കുന്നുമുണ്ട്. അവനിങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്. 25-ാമത്തെ വാക്യം, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. യോഹന്നാൻ 11-ാം അധ്യായം 25-ാം വചനം ഈശോ അരുളി ചെയ്യുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. സഹോദരങ്ങളെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് ഈശോ. അതുകൊണ്ട് തന്നെയും ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന മരിച്ചവരെയെല്ലാം താൻ ഉയർപ്പിക്കുമെന്ന ഉറപ്പ് അവിടുന്ന് നൽകുകയാണ്. ഇതാണ് ഈശോയുടെ ഒരു പ്രത്യേകത. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് ഈശോ എന്ന്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന വാക്യം അരുളി ചെയ്തുകൊണ്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേവലം ലാസറിൻ്റെ ഉയർപ്പിലൂടെ മാത്രമല്ല, മറിച്ച് ലാസറിനെ പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹിതരായ എല്ലാവർക്കും മരിച്ചു കഴിഞ്ഞാലും ഉയർപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈശോ നൽകുന്നത്. നിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഈശോയുടെ വ്യക്തമായ പ്രബോധനമാണിത്. മരിച്ചു കഴിഞ്ഞ് ഈ ലോകത്തിൽ അവസാനിക്കേണ്ട ഒന്നല്ല, മറിച്ച് മരണത്തോടെ തീരുന്ന ഒന്നല്ല, നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രബോധനമാണിത്. ഈശോ നൽകുന്ന ജീവൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തപ്പെടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യേശു കർത്താവ് നൽകുന്ന ജീവൻ്റെ സ്വഭാവം എന്താണ്, അത് എപ്രകാരമാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് എന്ന് യേശു കർത്താവിൻ്റെ ഈ വാക്കുകൾ നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവൻ ശാരീരിക മരണത്തെ അതിജീവിക്കുന്ന ഒന്നാണ് എന്ന് 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന വചനം പറയുന്നതിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന വചനം പറയുന്നത്. നിനക്ക് ദൈവവൈതലായ നിനക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ മരിച്ചാലും നിന്നെ ഉയർപ്പിക്കാൻ, നിനക്ക് നിത്യജീവൻ നൽകാൻ സാധിക്കുന്നവനാണ് അവിടുന്ന് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ വളർത്തുകയാണ് ഈ വചനത്തിലൂടെ കർത്താവ് ചെയ്യുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമല്ല, ആ ജീവൻ നിത്യം നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് 26-ാമത്തെ വചനത്തിൽ. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞ് നിത്യ ജീവിതത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും മരിച്ച ഈ ലോകത്തിൽ മണ്ണടിഞ്ഞു പോകാനുള്ളവരല്ലെന്നും ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ വളർത്തുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നൊരു വാക്യം കർത്താവ് പറയുന്നതിൻ്റെ കാരണവും അതാണ്. അതോടൊപ്പം
ഉയർപ്പിൻ്റേതായ മഹത്വമാർന്ന ഒരു ജീവനാണ് അത് എന്നും ഈശോ ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. മഹത്വമാർന്ന ഒരു നിത്യജീവനിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് സഹോദരങ്ങളെ ഇതിലൂടെ ഈശോ നടത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അതുകൊണ്ട് ഈശോയിലുള്ള വിശ്വാസമാണ് ഈ ജീവൻ നേടിത്തരുന്നത് എന്നുള്ളത് സുവിശേഷകൻ ആവർത്തിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈശോ മിശിഹായിലുള്ള വിശ്വാസമാണ് നമുക്ക് ജീവൻ നേടിത്തരുന്നത്. അത് കേവലം ഈ ലോക ജീവിതം എന്നതിനേക്കാൾ ഉപരിയായി നിത്യജീവനെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനം എന്ന നിലയിൽ ഒരു എസ്കത്തോളജിക്കൽ ടീച്ചിങ് ആണ്, പ്രബോധനമാണ് കർത്താവ് നൽകുന്നത് എന്നറിയാം. ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ സ്വയം വെളിപ്പെടുത്തലിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. വിശ്വാസത്തിന് അനേകം ഡെഫിനിഷൻസ്, നിർവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ വിശ്വാസത്തിനൊരു പുതിയ നിർവചനം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നൽകുന്ന ഒരു നിർവചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ സ്വയം വെളിപ്പെടുത്തലിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. കർത്താവ് സ്വയം വെളിപ്പെടുത്തുമ്പോൾ, അത് സ്നേഹപൂർണമായ വെളിപ്പെടുത്തലാകുമ്പോൾ, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന പ്രത്യുത്തരമാകണം നമ്മുടെ വിശ്വാസമെന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മിശിഹായിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ച് ആ സ്നേഹത്തിന് ആനുപാതികമായ സ്നേഹം നൽകി നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും പങ്കുചേരുന്ന ഒരു അനുഭവമാണ് ഈ ജീവൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അതിൻ്റെ ആത്യന്തികമായ അനുഭവം പുനരുദ്ധാനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്ന് 4-ാം സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ലാസറിനെ ഉയിർപ്പിക്കുന്ന സംഭവം വിവരിച്ചുകൊണ്ട് ചെയ്യുന്നത്. മിശിഹായിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ച് ആ സ്നേഹത്തിന് ആനുപാതികമായ സ്നേഹം നൽകി നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും പങ്കുചേരുന്ന ഒരനുഭവം, ഇതാണ് ജീവൻ്റെ അന്തസത്ത എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്രകാരം ആത്യന്തികമായി ഇത് നയിക്കുന്നത് പുനരുദ്ധാനത്തിലേക്കാണ് എന്ന് നമ്മോട് പറയുന്നുണ്ട് ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും നോക്കിയിട്ട്. അതുകൊണ്ട് പുനരുദ്ധാനവും ജീവനുമായ തന്നിൽ വിശ്വസിക്കുന്നവർ ശാരീരികമായ മരണത്തിന് വിധേയരാകുമെങ്കിലും നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് മറുപടിയായി മർത്ത അവളുടെ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കല്ലറയിങ്കൽ പോയി നിന്ന് ലാസറിനെ ഉയർപ്പിക്കാനായി നിൽക്കുന്ന കർത്താവ് താൻ പുനരുദ്ധാനവും ജീവനുമാണ്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ശാരീരിക മരണത്തിന് വിധേയരാകുമെങ്കിലും അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ എന്ന കർത്താവിൻ്റെ ചോദ്യം ഇവിടെ പ്രധാനമാണ്. ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ഈശോയുടെ ചോദ്യം. അവിടെ ആ സഹോദരിമാർ കൊടുക്കുന്ന ഉത്തരം വളരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മർത്തയാണ് സംസാരിക്കുന്നത്. മർത്ത വിശ്വാസം ഏറ്റുപറയുക, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രഘോഷണം നടത്തുന്നു മർത്ത എന്നു പേരുള്ള ലാസറിൻ്റെ സഹോദരി. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസമാണ് നമ്മെ എല്ലാവരെയും നിത്യജീവനിലേക്ക് വളർത്തുന്നത് എന്ന് തിരിച്ചറിയുക. കത്തോലിക്ക തിരുസഭയ്ക്ക് നിഖ്യ സൂനഹദോസ് സ്ഥിരീകരിച്ച് നൽകിയിരിക്കുന്ന മനോഹരമായ ഒരു വിശ്വാസ പ്രമാണമുണ്ട്. നമ്മളൊക്കെ ആവർത്തിച്ച് പലതവണ പ്രാർത്ഥനകളുടെ ഭാഗമായി, വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഭാഗമായി ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. അതിൻ്റെ ഓരോ വാക്കുകളും നമ്മളൊന്ന് മനസ്സിരുത്തി പഠിക്കണം. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസത്തോടൊപ്പം കത്തോലിക്ക തിരുസഭയിലുള്ള വിശ്വാസവും ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും നടന്ന വിശ്വാസ പ്രമാണത്തിന് സമമായി നിത്യജീവൻ നൽകുന്ന ലോകത്തിലേക്ക് വന്ന മിശിഹായാണ് യേശു കർത്താവ് എന്ന് മർത്ത ഏറ്റുപറയുകയാണ്, വിശ്വാസ പ്രഘോഷണം നടത്തുകയാണ്.
അവളുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത്. ഈശോയെ കർത്താവ് എന്നാണ് മർത്ത അവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഊവ് കർത്താവേ. സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും അല്ലേ? കണ്ടോ? ഊവ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെന്നാണ് ഈശോയെ മർത്ത ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. അത് ശ്രദ്ധേയമാണ് കേട്ടോ ഈ അഭിസംബോധന. ഈശോ കർത്താവാണ് എന്നത് ആദിമസഭയുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നല്ലോ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം അതിനു മുന്നേ തന്നെ മർത്ത നടത്തുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെയും മർത്തായുടെ വിശ്വാസ പ്രഘോഷണത്തിലേക്ക് അവളെ നയിച്ചത് ഈശോയുടെ ചോദ്യമാണ്, പുനരുത്ഥാനവും ജീവനുമായ കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച കർത്താവ്, അവൻ കർത്താവാണെന്ന്, അവൻ മിശിഹായാണെന്ന്, അവൻ ദൈവപുത്രനാണെന്ന്, അവൻ അഭിഷിക്തനാണെന്ന് അടിവരയിട്ടുകൊണ്ട് അവൾ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിഷമങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് നിരാശയിലേക്കല്ല, പ്രത്യാശയിലേക്കും നിത്യജീവനിലേക്കും നമ്മെ നയിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഈ വചനഭാഗത്തിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് പഠിക്കാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും യേശുനാഥൻ്റെ സമാധാനവും സന്തോഷവും.